നമസ്കാരം. ധനുസ് സ്പീച്ച് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന പരീക്ഷകളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വളരെയേറെ എല്ലാവരും തന്നെ കാത്തിരുന്നൊരു പരീക്ഷ വന്നിട്ടുണ്ട്. ഏതാണ്? വില്ലേജ് പ്ലസിൻ്റെ എക്സാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സാം ഡേറ്റൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഓരോ പരീക്ഷയും അതുമാത്രമല്ല മറ്റു പല പരീക്ഷകളും എല്ലാവരും അയച്ചിട്ടുണ്ട് നമ്മൾ മറന്നു പോകുന്ന പരീക്ഷകളുണ്ട്, ചുമ്മാ അയക്കുന്ന പരീക്ഷകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാം ഉണ്ട് എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതും കൂടി എഴുതാം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അതോട് നടന്നു പോകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ എക്സാമുകളാണ് ഈ മാസമുള്ളതെന്ന് നമുക്ക് നോക്കാം. ഏത് മാസം? സെപ്റ്റംബർ മാസം ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പരീക്ഷ എന്നാണ്, എന്ന് ഹോൾ ടിക്കറ്റ് വരും, കൺഫർമേഷൻ കൊടുക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട പരീക്ഷ എന്താ ഇവിടെ നമ്മൾക്ക് നടക്കാൻ പോകുന്നത്? പ്രധാനപ്പെട്ട പരീക്ഷ പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം VFA തന്നെയാണ് പ്രധാനപ്പെട്ട എക്സാം മറ്റ് എല്ലാ പരീക്ഷകളും പ്രധാനപ്പെട്ട തന്നെയാണ്. കുറേ അധികം പേര് കാത്തിരിക്കുന്ന എക്സാമാണ് ഇത്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സാം നോക്കാം. ഇതൊരു കാറ്റഗറി നമ്പർ 780/25. ഓക്കെ, 780/25 പരീക്ഷ കാറ്റഗറി നമ്പറാണ്. ഫിറ്ററിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് കോട്ടയം സ്റ്റേറ്റ് അല്ല, ഡിസ്ട്രിക്റ്റ് കോട്ടയം, കോഴിക്കോട് എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ അത് 1-ാം തീയതിയാണ് പരീക്ഷ. 1-ാം തീയതിയാണ് എക്സാം ഡേറ്റ്. 1-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ പഠിക്കുന്ന ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതുക. ഫ്രണ്ട് പേജിൽ തന്നെ എഴുതണം, ബാക്കിലേക്ക് പോകല്ലോ. അപ്പോൾ അവിടെ കാറ്റഗറി നമ്പർ എഴുതുക. 780/25 ഫിറ്ററിൻ്റെ എക്സാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് അതിനകത്ത്? കോട്ടയം അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, അപ്ലൈ ചെയ്ത ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കണം. ദെൻ എന്താ വരിക? എക്സാമിനേഷൻ ഡേറ്റ് ഇനി എന്ന് നമുക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട സംഭവമാണെങ്കിൽ എന്നാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുക എന്നുള്ള ഡേറ്റും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കണ്ട 23/6 കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്. അപ്പോൾ തന്നെ അറിയുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊബൈലിൽ എപ്പോഴാണോ മെസ്സേജ് വരിക, കൺഫർമേഷൻ കൊടുക്കേണ്ട മെസ്സേജ് വരിക, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മൊബൈലിൽ കേരള പേസ്ഡ് ആപ്പ് എടുത്ത് വെച്ചേക്കണം മൊബൈലിൽ. അതിൽ നമുക്ക് കയറി അപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഒന്നുമില്ല, വെറുതെ എടുത്തിട്ട് കൺഫർമേഷൻ പ്രൊഫൈലിൽ തന്നെ കൺഫർമേഷൻ വരും ആ സ്ക്രീനിൽ തന്നെ വരും. അവിടെ നിന്ന് ഞെക്കിയാൽ മതി, നമ്മുടേത് വരും. ഓൺലൈനാണെങ്കിൽ ഒരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ ഓക്കെ ആയി. ഓക്കെ ഇവിടെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മൊബൈലിൽ തന്നെ ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മൾ കഫേയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഓൺലൈനിൽ മറ്റടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും പരീക്ഷ എഴുതുന്ന എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ മൊബൈലിൽ കേരള പേസ്ഡ് ആപ്പ് എടുത്ത് വെച്ചിട്ട് വേണം. കാരണം ഇതിന് വേണ്ടി നമ്മൾ മറ്റെങ്ങും പോകാൻ വേണ്ടി വരില്ല. അപ്പോൾ ഡേറ്റ് നോക്കുക. 23 മുതൽ 23 മുതൽ കൊടുക്കാൻ പറ്റുന്ന 25 അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? കൺഫർമേഷൻ കൊടുത്തേക്കുക. കാരണം നമ്മൾ പല കാര്യങ്ങൾക്ക് പോകുന്നവരായിരിക്കാം, അതുപോലെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളിത് മറന്നു പോകും. ഇന്ന് കൊടുക്കാം, നാളെ കൊടുക്കാം എന്നുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പരീക്ഷ ഡേറ്റ് വരുമ്പോൾ അയ്യോ ഞാൻ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു, ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വന്ന് തുടങ്ങുമ്പോൾ അയ്യോ എന്ന് ആലോചിച്ച ഒരു സന്ദർഭം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയും, കൺഫർമേഷൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊടുക്കണം. അന്ന് തന്നെ കഴിവതും കൊടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളാണ് പല കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാം, പല കാര്യങ്ങളും സംഭവിക്കാം, മറന്നു പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എക്സാമിൽ OMR എക്സാം 100 മാർക്കിൻ്റെയാണ്. ഇതിൻ്റെ അപേക്ഷകരെന്ന് പറയുമ്പോൾ നോക്കിക്കോണേ, അപേക്ഷകർ ഏകദേശം 2124 പേരാണ് അത്രയും ക്യാൻഡിഡേറ്റ്സ് ആണുള്ളത്. ഇവിടെ കോട്ടയം ജില്ലയാണ്. ഓക്കെ, നെക്സ്റ്റ് കോഴിക്കോട് ജില്ലയും എക്സാം വന്നു തന്നെയാണ് ഫിറ്ററിൻ്റെത്. ഓക്കെ, ഇനിയുള്ളത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയാണ്. അതും പലരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകളിൽ പങ്കെടുക്കാനിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഇവിടെ 613/25 അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പ്രത്യേകം ഓർക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് ആണത് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ ഡേറ്റ് വന്നിട്ടുണ്ട്. 23/6 കൺഫർമേഷൻ ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ എല്ലാം ഒരുമിച്ചാണ്. പക്ഷേ എക്സാം ഡേറ്റ് എന്നാണ്? 5/9 ലീഗൽ മെട്രോളജിയുടെ എക്സാം ഡേറ്റ് 5/9 പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താ പറയുക, ഒരു സോയിൽ കൺസർവേഷൻ ഓഫീസർ സ്പെഷ്യലായിട്ടുള്ള എക്സാമിനേഷൻസാണ്. പിന്നുള്ളതാണ് വെൽഡർ പലപ്പോഴും വെൽഡറിൻ്റെ എക്സാമൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, ഹെൽത്ത് സർവീസിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ എക്സാം എന്നാണ്? കോമൺ ടെസ്റ്റ് ആണുള്ളത്. അതായത് 292 അതുപോലെ 737 ഒരുമിച്ച എക്സാമാണ്. അപ്പോൾ അതിനകത്തുള്ള കോമൺ ടെസ്റ്റാണ്. കോഴിക്കോടും സ്റ്റേറ്റോടും നടക്കുന്നുണ്ട്. എക്സാം ഡേറ്റ് ഏതാണെന്ന് ശരിക്കും പറഞ്ഞാൽ എക്സാം ഡേറ്റ് 8/9
ഓക്കെ അല്ലേ? വെൽഡറിൻ്റെത് 8/9 എക്സാം ഡേറ്റ് എന്ന് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കും, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെയുള്ളത് എന്താണ്? ജൂനിയർ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാത്തിരിക്കുന്നൊരു പരീക്ഷ എന്ന് പറയുന്നത് അതാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസിലേക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ജില്ലകളിലേക്കുമുള്ള എക്സാം 12-ാം തീയതിയാണ് അതിൻ്റെ എക്സാം എന്ന് പറയുക. ഓക്കെ, കൺഫർമേഷനും അതിൻ്റെയും 23-ാം തീയതി മുതലാണ് കൊടുത്തു തുടങ്ങേണ്ടത്. ഓക്കെ, 12-ാം തീയതിയാണ് ഏത് എക്സാം? ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്നുള്ള എക്സാം നടക്കുന്നത്. 12-ാം തീയതിയാണ് എക്സാം എന്നുള്ളത്. ഹെൽത്ത് സർവീസിലേക്കാണ് അല്ലേ, ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെത്. അടുത്തത് ഒരു മെയിൻ എക്സാമാണ്. ഏതാണത്? അസിസ്റ്റൻറ്റ് ജയിലർ എക്സാം അല്ലേ. പലരും പ്രതീക്ഷയോടെ നോക്കി പ്രിലിംസൊക്കെ പാസ്സായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടാവണം എക്സാമാണ്. ഏത്? അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 അല്ലേ എക്സാം എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് വൈഡാണ്. എക്സാം ഡേറ്റ് 14/9 ഓക്കെ, 14/9 ഓക്കെ. അപ്പോൾ അടുത്ത എക്സാം, നമ്മൾ പ്രധാനപ്പെട്ട എക്സാം വരാൻ പോകുന്നു. ഓക്കെ, ഏതാണ്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം അല്ലേ. പ്രതീക്ഷയോടെ കാത്തിരുന്നത്. കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യുക, 571/2025. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചേക്കണം. 571/2025 റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാവുന്നതാണ്. 19/9 എക്സാം ഡേറ്റ്. 19-ാം തീയതിയാണ് എക്സാം. സെപ്റ്റംബർ 19-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ അല്ലേ, 19/9 അല്ലേ. അപ്പം അതിനകത്ത് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ദിവസം അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ എപ്പോഴും. 5/9 നമ്മുടെ ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് അല്ലേ. സെപ്റ്റംബർ 5-ാം തീയതി കിട്ടി തുടങ്ങും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഹോൾ ടിക്കറ്റ് വന്നു അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എക്സാമിന് പോകുമ്പോഴല്ല ഹോൾ ടിക്കറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപേക്ഷകരൊക്കെ നല്ല രീതിയിലുണ്ടല്ലോ, നമുക്കറിയാം അല്ലേ. നല്ല രീതിയിൽ അപേക്ഷകരൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ഓർക്കുക. എല്ലാ ജില്ലകളിലേക്കുമുള്ള എക്സാം നടക്കുന്നത് 19/9/2025 ഓർക്കുക അല്ലേ. അപ്പോൾ അത് എല്ലാ ജില്ലയിൽ നിന്നുണ്ടാവും, ഒരുമിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഒറ്റ ദിവസമാണെന്ന് കൂടി നമ്മളങ്ങ് ഓർക്കുക. എല്ലാ ജില്ലയുണ്ട്, ഒറ്റ ദിവസമാണ്. 19/9/2025 എക്സാം നടക്കുക എന്ന് ഓർക്കുന്നു കേട്ടോ. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുക മറക്കരുത്. ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാത്തവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും കൊടുക്കാത്തവർ കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ദെൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഉണ്ട്. ആനിമൽ ഹസ്ബൻഡറി. പിന്നുള്ളത് ക്ലർക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി STയുടെ ക്ലർക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അത് 26/9/2026 അത് മാർക്ക് ചെയ്ത് വെക്കാം. ഏത്? ഷെഡ്യൂൾഡ് ട്രൈബ് STക്കാർക്കുള്ളതാണ്, സ്പെഷ്യൽ ഒള്ളിയാണത്. ക്ലർക്ക് എക്സാം ഡേറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഹോൾ ടിക്കറ്റ് കിട്ടുന്ന ദിവസവും ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം, മറന്നു പോകരുത്. VFAക്കകത്ത് മുങ്ങിപ്പോകരുത്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, അതും എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, സെക്യൂരിറ്റി ഗാർഡ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് വീണ്ടും വരുന്നു. സ്റ്റേറ്റ് വൈഡ് ആണത്. 26/9/2026 ഓക്കെ. സെക്യൂരിറ്റി ഗാർഡിൻ്റെ എക്സാം ഉണ്ട്. സ്റ്റേറ്റ് വൈഡ് എക്സാമാണത്. 26/9 എക്സാം ഡേറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പം തന്നെയാണ് കൊടുക്കുക. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട എക്സാം ലിസ്റ്റാണ് നമ്മളിപ്പോൾ പറയുക. നമ്മുടെ മൊബൈലിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ അതിനകത്ത് എന്താ പറയുക, അതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. പിന്നെ വർക്കർ പ്ലാന്റ് അറ്റൻഡർ ഉണ്ട്, അതും അപ്പോൾ തന്നെയാണ്. എക്സാം ഡേറ്റ് 26/9. നെക്സ്റ്റ് സെയിൽസ് അസിസ്റ്റൻറ്റ് LCയുടെ ആണ്. അതൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരമുള്ള എക്സാംസാണ്. അത് 26/9. ദെൻ ക്ലർക്കിൻ്റെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോൾ 574/2025 അത് നോക്കുക. SC STയുടേതാണത്. ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടന്നതാണ്. കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യുക. 574/2025 കാറ്റഗറി നമ്പർ. അതിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോഴത് 26/9. അപ്പോൾ അതിനകത്ത് തിരുവനന്തപുരം ഉണ്ട് അല്ലേ, തിരുവനന്തപുരമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആലപ്പുഴയുണ്ട്, വയനാട്, കോഴിക്കോട് ഡിസ്ട്രിക്ട്സ് ഉണ്ട് അല്ലേ. ഇതിനെല്ലാം തന്നെ 26/9 എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ബൈ ട്രാൻസ്ഫറിൻ്റെ ആണ്. പിന്നെ ട്രൈബിൻ്റെ എക്സാം ഉണ്ട്, SSTയുടെ എക്സാം ഉണ്ട്. അത് ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. ഒരിക്കലും മറക്കരുത്. മറക്കാതെ എക്സാമൊക്കെ എഴുതാൻ ശ്രമിക്കണം, എല്ലാം എഴുതണം. ലാബ് അസിസ്റ്റൻ്റ് STയുടേതുണ്ട്. അടുത്തൊരു മെയിൻ എക്സാമിനേഷനാണിത്. എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻ എക്സാമിനേഷൻ. ഓക്കെ, പ്രിലിംസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് കാത്തിരിക്കുന്നവർ നോക്കുക.
എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻ എക്സാമിനേഷനാണ്. ഡേറ്റ് 28/9 മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ. ഇനിയുള്ളത് പവർ പ്ലാന്റ് അസിസ്റ്റൻ്റ് ആണ്, അതിൻ്റെ എക്സ് 29/9. ഓക്കെ. ഇലക്ട്രിസിറ്റി വർക്കർ എക്സാമിനേഷൻ 21/26 എക്സാമിനേഷൻ ഡേറ്റുകൾ നോക്കുക. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് അല്ല 23 തന്നെയാണ്. ഈ 23 ഈ മാസം ജൂൺ മാസം 23 കൺഫർമേഷൻ ഡേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പുറകിൽ പോകുമ്പോൾ എക്സാംസ് ഏതൊക്കെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റിയ എക്സാംസ് മെയിൻ ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറഞ്ഞുള്ളത് എക്സാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ 877/2025. ദെൻ ബോയിലറിൻ്റെ എക്സാം 742 ഉണ്ട്. 235 പവർ പ്ലാന്റ് എക്സാം വരുന്നുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ ഓർത്ത് വെക്കുക 188/25 ഉണ്ട് എക്സാമിൻ്റെത്. 187 എക്സൈസ് ഇൻസ്പെക്ടർ തന്നെയാണ്. ഓക്കെ. ഇനി ഉള്ള എന്താണ്? അമ്യൂണിറ്റീസ് അസിസ്റ്റൻ്റ് ആണ് 867/2025. ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ 791/25. കാറ്റഗറി നമ്പർ എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. കാരണം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാറ്റഗറി നമ്പർ വ്യത്യസ്തമായിരിക്കും, നമ്മുടേത് വ്യത്യസ്തമായിരിക്കും, അവരുടേത് വ്യത്യസ്തമായിരിക്കും അല്ലേ. എല്ലാം നമ്മുടെ സ്പെഷ്യലിൻ്റേതും എല്ലാം വ്യത്യസ്തമായിരിക്കും, നോക്കി വെച്ചേക്കാം. അപ്പോൾ ഓഫീസ് അറ്റൻഡൻ്റ് ഉണ്ട് 289. ഓക്കെ. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും 23 ഉണ്ട് കൺഫർമേഷൻ ഡേറ്റ് എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക.